ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഭീകരമായ ലേഖനം കൂടി വായിച്ച്, ചെറിയ പ്രായത്തിലെ ആളുകൾക്ക് വൃക്കവോ തകരാറുകൾ പോലുള്ള ആന്തരിക അവയവങ്ങൾക്ക് മാരകമായ രോഗമുണ്ടാവാനുള്ള കാരണങ്ങളിലൊന്ന് അവർ ശരീരത്തിൽ ഉപയോഗിക്കുന്ന മാരകമായ കെമിക്കലുകളാണ്. വെളുക്കാനും കറുക്കാനും ചുവക്കാനും ഒക്കെ അവർ വാരിപ്പൊത്തുന്ന ഈ കെമിക്കലുകൾ ഉണ്ടല്ലോ, പലപ്പോഴും ചുണ്ടൊക്കെ ചോപ്പിക്കാൻ വേണ്ടി വാരിത്തേക്കുന്ന ഈ വൃത്തികേടുകൾ മാരകമായ വിഷവസ്തുക്കളാണ്. അത് ശരീരത്തിലേക്ക് ഭക്ഷണത്തിന്റെ കൂടെ ഉമിനീരിന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അത് നമ്മുടെ മക്കളെ പ്രായത്തിന് മുമ്പേ വൃദ്ധന്മാരാക്കുന്ന വാർദ്ധക്യത്തിന്റെ കുഴിയിലേക്ക് തള്ളുന്ന മാരകമായ രോഗത്തിന്റെ ഉടമകളാക്കുന്നുണ്ട്. അപ്പോ രക്ഷിതാക്കൾക്ക് പറയാണ്ട്, എന്താ ഉസ്താദേ പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞു തോറ്റു, ഇപ്പോഴും അങ്ങനെ പോവുള്ളൂ, ഞാൻ എന്താ ചെയ്യാ? അവിടെയാണ് രക്ഷിതാക്കളെ നമ്മുടെ മക്കളുടെ തെർബിയത്ത്, അവരെ വളർത്തുക എന്നത്. പലപ്പോഴും നമ്മളെന്താ പറയാലോ, ഉസ്താദേ അടക്കയാണെങ്കിൽ മടിയിൽ വെക്ക, കവുങ്ങായാൽ എന്താ ചെയ്യാ? പൊന്നാര മാതാപിതാക്കളെ, അല്ലാഹു തആല നമുക്ക് മക്കളെ തന്നത് കവുങ്ങുകളായിട്ടല്ല, നല്ല അടക്ക പരുവത്തിലാ തന്നത്. വെറും അടക്കയല്ല, കളിയടക്ക, നെക്കിയാൽ പൊട്ടുന്ന പരുവത്തിലാ അള്ളാഹു നമുക്ക് മക്കളെ തന്നത്. ഏത് രൂപത്തിലേക്കും നമുക്ക് അവരെ മാറ്റാമായിരുന്നു. പക്ഷെ അന്ന് ഈ ഒരു ധാർമ്മിക ബോധം മനസ്സിലുണ്ടായില്ല, അല്ലെ? ഏതൊരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോഴും ആ വളർച്ചയുടെ ആദ്യഘട്ടം മുതലേ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത എന്താണ്? നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞ പോലെ അമ്മാമൻ തഗാ വആതറൽ ഹയാത്ത ദുനിയ, അല്ലെ? ഇന്ന് ലിബറൽ ചിന്താഗതിയുടെ കാല. എന്റെ ശരീരം, എന്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള ലോകത്തിലേക്ക് ഞാൻ പോകും, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. നമ്മളൊക്കെ എന്താ പറയലറിയോ? ഒരു പുതിയ ആശയം വന്നിട്ടുണ്ട് ലോകത്ത്, ഒരു പുതിയ ആശയം വന്നിട്ടുണ്ട് ലോകത്ത്. എന്താണ് ഈ പുതിയ ആശയം? അത് ലിബറൽ ആശയമാണ്. ആരെയും പരിഗണിക്കാതെ, ആർക്കോടും കടപ്പാടുകളില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ജീവിക്കുക. പൊന്നാര സഹോദര സഹോദരി, ഇതൊരു പുതിയ ആശയമല്ല. ലോകത്തോളം പഴക്കമുള്ള, പഴകി പുളിച്ചുപോയ ലോകം പലപ്പോഴും അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് ലോകത്ത് നിന്ന് വലിച്ചെറിഞ്ഞ ഏറ്റവും വൃത്തികെട്ട ആശയങ്ങളിൽ ഒന്നാണ് ഈ ലിബറൽ ആശയം. ഏതൊരു മനുഷ്യനും കടമകളും കടപ്പാടുകളും നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ ഈ ലോകത്ത് എപ്പോഴൊക്കെ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന്റെ ജീവിതം അപകടകരമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അത് അല്ലാഹു പറഞ്ഞത്. ലോകത്ത് ചില ആൾക്കാർ എപ്പോഴുണ്ടാവും. എന്താ പോലെ പ്രത്യേകത? അമ്മാമൻ തഗാ, അവർക്ക് അതിർത്തികളില്ല, നിയമങ്ങളില്ല, വിലക്കുകളില്ല, അവരങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കും. വആതറൽ ഹയാത്ത ദുനിയ, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ദുന്യാവിലെ സുഖാണ്. ദുന്യാവിന് സുഖിക്കണം, ദുന്യാവിൽ ആഡംബരം വേണം, ദുന്യാവിനെ പരമാവധി ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റണം എന്ന കൊതിയോടുകൂടി അവർ ദുന്യാവിൽ അങ്ങനെ നിയമങ്ങളില്ലാതെ പറന്ന് ജീവിക്കും. ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ, നാളെ അവർക്ക് ചെന്നെത്താനുള്ള കേന്ദ്രം അതിഭീകരമായ നരകമാണ് കേട്ടോ. ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത, കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ടാറിനേക്കാൾ ഭീകരമായ ചൂടുള്ള ആ വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കപ്പെടുമ്പോൾ ദാഹം ശമിപ്പിക്കുവാൻ തണുത്ത വെള്ളം കുടിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത, ആ വെള്ളം ഇറങ്ങിപ്പോകുന്ന ശരീരഭാഗങ്ങൾ മുഴുവനും വെന്തുപോകുന്ന ആ വെള്ളം കുടിക്കേണ്ടി വരുന്ന, വിശപ്പുണ്ടെന്ന് പറയുമ്പോ ഒരു മരത്തിന്റെ ഇല പറിച്ചു കൊടുക്കുമ്പോ ആ ഇലയിലെ മുള്ളുകൾ അവന്റെ വായയെ മുഴുവൻ